ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ മറ്റൊരിടത്ത് നമ്മൾ പരിഗണിക്കപ്പെടുമെന്നാണ്. ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ മറ്റൊരിടത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ പരിഗണിക്കപ്പെടുന്നു. ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. എവിടെയെങ്കിലും നമുക്ക് അവഗണന ഉണ്ടായാൽ പിന്നെ ആ സ്ഥലത്ത് തുടരരുത് എന്നാണ് കേട്ടോ. എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ചെന്നു അവിടെ നമുക്ക് അവഗണനയാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ തുടരരുത് എന്നാണ്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് പല നമുക്ക് അവഗണന ലഭിക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ അവിടുന്ന് പിന്തിരിഞ്ഞു മാറിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ചെറിയ ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചു എന്നിരിക്കട്ടെ, നല്ലൊരു ജോലി ലഭിച്ചു. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവഗണന ലഭിക്കുകയാണ്. നിങ്ങൾ ഉടനെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് പോരുന്ന നഷ്ടം ആർക്കാണ്? നിങ്ങൾക്കാണ് കേട്ടോ. അതുകൊണ്ട് അവഗണന ലഭിക്കുന്ന എല്ലാ സ്ഥലത്തുനിന്നും പിന്തിരിഞ്ഞോടണം എന്നല്ല കേട്ടോ. എന്ന് കരുതി നമ്മളെ അവഗണിക്കുന്നവരോട് വഴക്കുണ്ടാക്കണമെന്നുമല്ല. നമ്മളെ അവഗണിക്കുന്നവരെ നമ്മളുടെ കഴിവും നന്മകളും കൊണ്ട് അവഗണിച്ചവർ തന്നെ നമ്മളെ പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? മാറുക. അതാണ് വേണ്ടത് കേട്ടോ. ഇപ്പം നമ്മൾ അവഗണിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ പിന്തിരിഞ്ഞോടാൻ നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ പിന്തിരിഞ്ഞോടാനേ സമയം കാണും കേട്ടോ. എന്ന് കരുതി നമ്മളെ അവഗണിക്കുന്നവരോട് വഴക്കിന് പോകണമെന്നല്ല കേട്ടോ. ഒരാളോടും വഴക്കിന് പോകരുത്, അത് വേറെ കാര്യം കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്നാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വയം നമ്മളുടെ ഒരു വഴി അടച്ചിട്ട് മറ്റൊരു വഴി തുറക്കപ്പെടുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു വഴിയും നമ്മുടെ മുമ്പിൽ തുറന്നില്ല എന്ന് വരാം കേട്ടോ. പ്രത്യേകം ഓർമ്മ വേണം. പിന്നെ എങ്ങനെയാണ് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കപ്പെടുമെന്ന് പറയുന്നത്? നമ്മൾ ഓർത്ത് വെച്ചോളുക. അതായത് നമ്മുടെ മുന്നിലുള്ള വഴി അടഞ്ഞത് നമ്മളുടെ കുറ്റം കൊണ്ടല്ല എങ്കിൽ 100% നമ്മളുടെ മുന്നിലുള്ള വഴി അടഞ്ഞതിന് കാരണക്കാരൻ നമ്മളല്ല എങ്കിൽ എന്തു ചെയ്യും? അപ്രതീക്ഷിതമായി മറ്റൊരു വഴി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്നാണ് കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നാറുണ്ട്, എന്ത് തോന്നിയോ? സ്കൂളിൽ പോകാതെ വേറെ എന്തിനെങ്കിലും പോയാൽ എന്തു ചെയ്യും? സ്കൂളിൽ പോകുന്ന നിർത്തിയിട്ട് വേറെ എന്തിനെങ്കിലും പോയാൽ ഒരു ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെടും എന്ന് തോന്നാറുണ്ട്. അത് വെറും മിഥ്യയായ തെറ്റായൊരു തോന്നലാണ് കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ തന്നെ പോവുക കേട്ടോ. അത് തന്നെ സ്കൂളിൽ പോവുക കേട്ടോ. അതാണ് ഏറ്റവും വലുത്. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോയി പഠിക്കുക. അന്നേരം മറ്റു ജോലികളെ കുറിച്ച് ചിന്തിക്കാനും വേറെ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊക്കെ എന്താണ്? നമ്മുടെ മനസ്സിൽ തോന്നുന്ന തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വഴി അടച്ചിട്ട് നമ്മൾ മറ്റൊരു വഴി തുറക്കപ്പെടുമെന്ന് കരുതുന്നത് എന്താണ്? മണ്ടത്തരമാണ് കേട്ടോ. പക്ഷേ നമ്മളുടെ മുന്നിലുള്ള വഴി അടഞ്ഞതിന് കാരണം നമ്മളല്ല എങ്കിൽ, നമ്മൾ ആ കാര്യത്തിൽ 100% തെറ്റുകാരനല്ല എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അപ്രതീക്ഷിതമായ ഒരു വഴി നമ്മുടെ മുന്നിൽ തുറന്നേക്കാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്ത് പാടില്ല? ആരോടും യാതൊരുവിധ ദ്രോഹചിന്തകളും പാടില്ലെന്നാണ്. ഒരാളോടും എന്ത് പാടില്ല? ദ്രോഹചിന്തകൾ പോലും എന്ത് ചെയ്യുന്നു? ആ മാനസികാരോഗ്യത്തെ തകർക്കുന്നു എന്നാണ്. ദ്രോഹപരമായ ചിന്തകൾ പോലും മാനസികാരോഗ്യത്തെ തകർക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. ദ്രോഹചിന്ത മനസ്സിൽ വർദ്ധിച്ചാൽ എന്ത് ചെയ്യും? പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് അത് കാരണമായേക്കാം. അതുകൊണ്ട് അതൊന്നും പാടില്ല കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നിരാശ വെടിഞ്ഞ് മുന്നേറണം കേട്ടോ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 100% നിരാശയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ജീവിതം അസ്തമിച്ചു തുടങ്ങുമെന്നാണ്. അതുകൊണ്ട് അത് പാടില്ല. നിരാശയ്ക്ക് പകരം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ശുഭപ്രതീക്ഷകളാണ്. നിരാശ വെടിഞ്ഞ് അവിടെ മനസ്സിൽ പ്രതീക്ഷയ്ക്ക് സ്ഥാനം നൽകുക കേട്ടോ. മുന്നേറുക. നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഈ സത്യപ്രപഞ്ചം കൂട്ടിനുണ്ടാകുമെന്നാണ് കേട്ടോ. നമ്മളിപ്പോഴും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ സത്യപ്രപഞ്ചം എന്ന് പറഞ്ഞത് ആരെയാണ്? ആ സത്യപ്രപഞ്ചം എന്ന് പറഞ്ഞത് ആരെയാണ്? സാക്ഷാൽ ഈശ്വരനെയാണ്. സത്യപ്രപഞ്ചത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വലിയൊരു ശക്തി, അതാണ് സത്യപ്രപഞ്ചം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലിയൊരു ശക്തി, എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി.
അങ്ങനെ ശക്തിയുണ്ട്. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ രാത്രിയാകുമ്പോൾ ചന്ദ്രൻ വരുന്നു. ഇതൊക്കെ എല്ലാം നമ്മൾ നോക്കിയാൽ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. അത്ഭുത പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ തക്കതായ ഫലവും ലഭിക്കും കേട്ടോ. നല്ല പ്രവൃത്തിക്ക് നല്ല ഫലം, മോശ പ്രവൃത്തിക്ക് മോശം ഫലം കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അവിടെയാണ് ജീവിതത്തിൻ്റെ മൂല്യം.